ന്യൂസ് ഡയറക്ടറായിട്ടുള്ള ശരത്ചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മുഴുവനായി ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഈ ശബരിമലയുടെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസവും നമ്മൾ പ്രേക്ഷകരോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. ദേവസ്വം പ്രസിഡന്റിനോട് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ പ്രസിഡന്റിന് പറഞ്ഞു ഇതിനകത്തൊരു എല്ലാവരും സൗദ്ദേശത്തോടെ ക്ഷണിച്ചു, പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ നിരസിച്ചിട്ടുണ്ട്, അവർ പങ്കെടുക്കുന്നില്ല. പക്ഷേ ദേവസ്വം ബോർഡ് ആ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. ദേവസ്വം ബോർഡിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാന്, ശബരിമലയുടെ പൊതുവികസനമാണ്. ഇപ്പോൾ ഈ പ്രേക്ഷകർ സ്വാഭാവികമായി നമ്മൾ സംവദിക്കുമ്പോൾ ഈ അയ്യപ്പ ഭക്തരുമായോട് അവരുടെ ഒരു പ്രതീക്ഷയുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം പരിപാടി സംസാരിച്ചു. എന്താണ് ശരത്തിന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്? നിർഭൻ, നമുക്കറിയാം, കാരണം നിർഭൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലൊക്കെ എതിർപ്പുകൾ, ചില വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചവരുമൊക്കെ വല്ലാതെ ഒറ്റപ്പെട്ടു പോയവരുണ്ട്. അവരൊക്കെ തന്നെയും ഞങ്ങളിതിനെ എതിർത്തിട്ടില്ലല്ലോ എന്ന് ഒടുവിൽ പറയുന്ന നിലയാണ് നമ്മളൊക്കെ കണ്ടത്. അപ്പോൾ അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഈ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളത് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഇന്ന് എല്ലാവർക്കും നല്ല ധാരണയായി കഴിഞ്ഞു. അങ്ങനെ പമ്പയുടെ ഈ തീരം, അങ്ങനെ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പുതിയ കാൽവെപ്പിലേക്ക്, ഒരു ചുവടുവെപ്പിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ്. തയ്യാറാക്കപ്പെട്ടിട്ടുള്ള മാസ്റ്റർ പ്ലാൻ അത് ഏറ്റവും ജനകീയമായി അയ്യപ്പ ഭക്തരുടെ, ലോകമെമ്പാടുമുള്ള 3500ഓളം വരുന്ന അയ്യപ്പ ഭക്തർ ഇവിടേക്ക് വരുന്നു, പ്രതിനിധികളായി എത്തുന്നു. അവർ ശബരിമലയിൽ ഓരോ മണ്ഡലകാലത്തും അവരുടെ കാനനവാസനായ അയ്യപ്പനെ കാണാനായി ഇവിടെ വന്നു മടങ്ങുന്ന ഈ അയ്യപ്പ ഭക്തർ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പിൻ്റെ കണ്ണിയാകുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ചരിത്ര നിമിഷമായി മാറുന്നത്. അങ്ങനെ 3500 അയ്യപ്പ ഭക്തരാണ് ഇവിടെ ഈ പ്രതിനിധികളായി വന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കാളികളാകുന്നത്. അവരെ വരവേൽക്കാനായി എല്ലാ ഒരുക്കങ്ങളും മുൻപിൽ തയ്യാറായി കഴിഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത് ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്. നിർപ്പൻ, അപ്പോൾ അതിലൊരു പ്രധാന കാരണം, നമ്മൾ ഈ മുഖ്യ കവാടം, ഇപ്പോൾ നമ്മൾ ഉള്ളത് വേദിയാണ്, ഈ മുഖ്യവേദിയാണ്, ഒന്നാമത്തെ വേദി. ഇവിടെയാണ് ഉദ്ഘാടന ചടങ്ങ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെ ആണ് ഈ 3500 പ്രതിനിധികൾക്കുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ക്ഷണിക്കപ്പെട്ടിട്ടുള്ള പ്രതിനിധികളല്ലാതെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള മറ്റ് അതിഥികൾക്കുമൊക്കെയുള്ള ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഇതിനുവേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള വോളണ്ടിയർമാരുമൊക്കെ കവാടത്തിൽ തന്നെയുണ്ട്. അവിടെ അവർ വരുന്ന പ്രതിനിധികളെ ഓരോരുത്തരായി സ്വീകരിക്കുന്നു. അവർക്ക് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അവർക്ക് വേണ്ട കിറ്റും മറ്റു കാര്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അവിടെ നിന്ന് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇവിടേക്ക് വന്നാൽ ഈ കാണുന്നതാണ് വേദി. ഇത് രാവിലെ 9:30 ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ഘാടന വേദിയായി മാറാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. ഇവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്ത് PK ശേഖർ ബാബു, തമിഴ്നാടിൻ്റെ മന്ത്രിക്കുള്ള ഇരിപ്പിടം. അതിന് തൊട്ടിപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ ഇടതുവശത്ത് VN വാസവൻ, ദേവസ്വം മന്ത്രിയുടെ ഇരിപ്പിടം. തൊട്ടിപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനുള്ള ഇരിപ്പിടം. തൊട്ടപ്പുറത്ത് കൃഷിമന്ത്രി P പ്രസാദ്, അതുപോലെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, K കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, KB ഗണേഷ് കുമാർ, വീണ ജോർജ്, സജി ചെറിയാൻ, ഡോക്ടർ N ജയരാജ്, ഗവൺമെൻറ് ചീഫ് വിപ്പ്, അതുപോലെ പ്രമോദ് നാരായൺ റാന്നി MLA, അതുപോലെ MG രാജമാണിക്യം, അതുപോലെ റവന്യൂ പ്രിൻസിപ്പൽ, ദേവസ്വത്തിൻ്റെയും റവന്യൂവിൻ്റെയും പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള രാജമാണിക്യം. ഈ വിധത്തിലാണ് ഈ ക്രമീകരണങ്ങൾ ഇങ്ങനെ പോകുന്നത്. തൊട്ടപ്പുറത്ത് മുഖ്യമന്ത്രിക്ക് തൊട്ടപ്പുറത്ത് ശേഖർ ബാബുവാണ് തമിഴ്നാട് മന്ത്രി. അതിനപ്പുറത്ത് പളനിവേൽ ത്യാഗരാജൻ, അതും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മന്ത്രിയാണ്. അങ്ങനെ എല്ലാവർക്കും ഈ ഇരിപ്പിടങ്ങളൊക്കെ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. നമുക്കതെല്ലാം കാണുകയും ചെയ്യാം. ഇപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പോൾ NSSും SNDPയും ഒക്കെ വലിയ പിന്തുണയാണ് ഈ വലിയ സംഗമത്തിന്, ആഗോള അയ്യപ്പ സംഗമത്തിന് നൽകി. ഇപ്പോൾ വീണ്ടും നമുക്ക് കാണാം ഈ മുഖ്യമന്ത്രിയുടെ ഇരിപ്പിടത്തിന് തൊട്ടിപ്പുറത്ത് PK ശേഖർ ബാബു, തമിഴ്നാടിനെ പ്രതിനിധീകരിച്ചു വരുന്ന മന്ത്രി. തൊട്ടിപ്പുറത്ത് ഡോക്ടർ പളനിവേൽ ത്യാഗരാജൻ, തമിഴ്നാട്ടിലുള്ള മന്ത്രി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, M സംഗീത് കുമാർ, NSS പ്രതിനിധി, അതുപോലെ KPMSൻ്റെ പുന്നല ശ്രീകുമാർ. ഇവർക്കെല്ലാവർക്കും അതുപോലെ തന്നെ ബ്രഹ്മശ്രീ കണ്ഠരരും മഹേശ്വരരും മോഹനർക്കുള്ളത്. ഗോകുലം ഗോപാലൻ പ്രസിഡന്റ് AMA, KU ജനീഷ് കുമാർ കോന്നി MLA, മുൻ ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ MLA, പ്രേംകൃഷ്ണൻ IAS, ജില്ലാ കളക്ടർ പത്തനംതിട്ട, സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി ശാന്തിഗിരി ആശ്രമം, അതുപോലെ
കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഇവരൊക്കെയാണ് ഈ വേദിയിൽ ഇന്ന് 9:30 ആരംഭിക്കുന്ന ഈ പ്രധാനപ്പെട്ട ഉദ്ഘാടന വേദിയിലേക്ക് വരുന്ന ആളുകൾ. അവരെല്ലാവരും ക്രമീകരണങ്ങളെല്ലാം അതിൻ്റെ അന്തിമഘട്ടത്തിൽ ഏറ്റവും മികവോടെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രതിനിധികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്പം കഴിയുമ്പോഴേക്ക് ഈ വേദിയിൽ ഇവരെല്ലാവരും എത്തിച്ചേരുന്ന ഒരു നിമിഷമാണ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ ശബരിമലയുടെ വികസനത്തെ സംബന്ധിച്ച വ്യക്തമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ആ നിലയിൽ എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ളതിലേക്ക് ശ്രദ്ധിക്കാതെ ഇതിൽ നിന്ന് ചില വിവാദങ്ങൾ രൂപപ്പെടുത്താം എന്ന ആലോചനകൾ നടത്തിയവരുണ്ട്. പക്ഷേ അവരെല്ലാവരും തന്നെ ഒടുവിൽ പിൻവാങ്ങേണ്ടി വന്ന അവസ്ഥയുണ്ട്. ശബരിമലയുടെ വികസനം ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമല മാറുമ്പോൾ നിശ്ചയമായും അതിലൊരുപാട് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ ഒരു പ്രധാനപ്പെട്ട സെഷൻ എന്ന് പറയുന്നത് ക്രൗഡ് മാനേജ്മെൻറ്റ് എങ്ങനെ വേണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ മണ്ഡലകാലം നോക്കിയാൽ കൃത്യം കണക്ക് ദേവസ്വം ബോർഡിൻ്റെ കണക്കനുസരിച്ച് 53,60,000 ആളുകളാണ് ഒരു മണ്ഡലകാലം, കഴിഞ്ഞ മണ്ഡലകാലം വന്നത്. അത് ആ നിലയിൽ ഏറ്റവും മികവോടെ ആളുകൾ വന്ന അയ്യപ്പ ഭക്തർക്കൊക്കെയും വന്ന് ദർശനം നടത്തി മടങ്ങാൻ കഴിഞ്ഞ സാഹചര്യമുണ്ട്. ആ അനുഭവത്തെ, ആ സാധ്യതയെ മികവോടെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ മാറ്റുമ്പോൾ ഇവിടേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരെ, കൂടുതലായി എത്തുന്ന അയ്യപ്പ ഭക്തരെ എങ്ങനെയാണ് അവർക്ക് അവരുടെ അയ്യപ്പനെ കണ്ട് പമ്പയിലെത്തി ശബരിമലയിലേക്ക് പോയി അയ്യപ്പനെ കണ്ട് തൊഴുതു മടങ്ങാനുള്ള അവർക്ക് സൗകര്യങ്ങൾ എങ്ങനെ ഒരുക്കാം, ഇതേക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട സെഷനാണ് ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട്. മറ്റൊന്നാണ് നമുക്കൊരു പിൽഗ്രിം ടൂറിസം എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ശബരിമല വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു എന്നുള്ളതാണ്. അത് നമുക്കറിയാം, ഇപ്പോൾ ശബരിമല എയർപോർട്ട് വിമാനത്താവളം വരാൻ പോകുന്നു, ശബരിപാത വരുന്നു, അതുപോലെ റോപ്പ് വേ സംവിധാനം, കാലങ്ങളായി മുടങ്ങിക്കിടന്ന റോപ്പ് വേ സംവിധാനം, ഇതെല്ലാം ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നടപ്പാക്കുമ്പോൾ ജനങ്ങൾ, അയ്യപ്പ ഭക്തർ, ഇവർക്ക് പറയാനുള്ള അവരുടെ അനുഭവങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ഒക്കെ കേൾക്കാനും അതുകൂടി ഈ മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമാക്കാനും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതെല്ലാമാണ് അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി വളരെ മുൻപ് തന്നെ ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ്. ആ ആലോചനയുടെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയത്. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ മുഖ്യവേദി. എവിടെയും അയ്യപ്പനോടുള്ള ഈ പറഞ്ഞ അയ്യപ്പ ഭക്തരുടെ വലിയ തീവ്രമായ ഭക്തിയുടെയും ആരാധനയുടെയും ഒക്കെ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ആഗോള അയ്യപ്പ സംഗമം അങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. രാവിലെ പ്രതിനിധികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ നിന്ന് നമ്മളിത് ഇങ്ങനെ കാണുന്നത് ഈ വിധമാണ്. ഇപ്പോൾ വളരെ വ്യക്തമായി നമുക്ക് ഇപ്പോൾ ഈ വേദി കാണാം. ഈ വേദിയിലാണ് അല്പസമയത്തിനകം ഈ പറഞ്ഞതുപോലെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുക.